ഹായ് ഫ്രണ്ട്സ്, ഞാനും ബാലക്കുട്ടിയും കൂടി ഞങ്ങൾ തൃശ്ശൂർ വരെ ഒന്ന് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ. തൃശ്ശൂർ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കുറച്ച് ഫ്രണ്ട്സിനൊക്കെ ആയിട്ട് ഞങ്ങളൊരു ഗെറ്റ് ടുഗദർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ശോഭ സിറ്റി മോളിലായിരുന്നു. അങ്ങോട്ടായതുകൊണ്ട് കുറച്ച് ദൂരമുണ്ട്, 2 മണിക്കൂറെങ്കിലും എനിക്ക് യാത്ര ഉണ്ടായിരുന്നു. ഇവരാരെയും കൊണ്ടുപോകണ്ടെന്നായിരുന്നു എൻ്റെ പ്ലാൻ. പക്ഷേ പോരാൻ നേരത്ത് ആരെങ്കിലും എടുത്തില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. അങ്ങനെ ഞാൻ അവസാനം ബാലനെയും പൊക്കിയെടുത്ത് പോന്നു കേട്ടോ. കുറച്ച് എത്തിയപ്പോഴേക്കും അവൾ ഉറങ്ങി എൻ്റെ തോളിലേക്ക് എടുക്കുമ്പോഴേക്കാണ് ശോഭ സിറ്റി എത്തിയിട്ട് എൻ്റെ അമ്മയെ എൻ്റെ ഉള്ളിലേക്ക് എന്തൊരു ദൂരാ നടന്നങ്ങോട്ട് എത്തുന്നേ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഏകദേശം ഒരു 20 പോരാ, അരമണിക്കൂറെങ്കിലും എടുത്തു തോന്നുന്നുണ്ട് അങ്ങോട്ട് നടന്നെത്താനായിട്ട്. ഓട്ടോ ചേട്ടന്മാർക്ക് അത്യാവശ്യം നല്ല ഒരു മിനിമം ചാർജിനുള്ള വഴിയുണ്ട് കേട്ടോ. അങ്ങനെ നടന്ന് ഇപ്പം എത്തും വിചാരിച്ചിട്ട് ഫൈനലി ഞങ്ങൾ അങ്ങോട്ട് എത്തിയിട്ടുണ്ട്. അവരെ വിളിച്ചു നോക്കിയപ്പോൾ ഷെൽജിയും കാവ്യ അവിടെ എത്തിയിട്ടുണ്ട്. അവർ മാക്സിലാന്ന് പറഞ്ഞു. പിന്നെ മാക്സ് തപ്പി ഇറങ്ങല്ലേ. അങ്ങനെ ഞങ്ങൾ ചുമ്മാ അവിടെ ഒക്കെ ഒന്ന് കറങ്ങി അടിച്ച് കിട്ടി കേട്ടോ മാക്സ്. അങ്ങനെ ഫസ്റ്റ് ഫ്ലോറിൽ തന്നെ മാക്സ് ഉണ്ടായിരുന്നു. അവിടെ കയറി ചെന്നപ്പോൾ അവരെന്തൊക്കെയോ വാങ്ങിക്കുകയാണ്. ഷെൽജിയും കാവ്യ എന്തൊക്കെയോ വാങ്ങിക്കുന്നുണ്ട്. ഇത് കാവ്യാണ് കേട്ടോ. ആളൊരു പ്രത്യേക രസമുള്ള ക്യാരക്ടറാട്ടാ. കോമഡിയാണ്. ഒരു പണ്ടത്തെ ആ കോമഡിയും സ്വഭാവം ഒന്നും ഇപ്പോഴും മാറിയിട്ടില്ല. നല്ല രസമാട്ടോ മൂപ്പര്. അങ്ങനെ അവരെന്തൊക്കെയോ ബില്ല് ചെയ്യുന്നുണ്ട്. അവരാ ബില്ല് ചെയ്യുന്ന നേരം കൊണ്ട് ഞാനും ബാലക്കുട്ടിയും കൂടി ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും മിറർ കണ്ടപ്പോൾ ചുമ്മാ അങ്ങനെ മിറർ സെൽഫിയും വീഡിയോ ഒക്കെ എടുത്ത് ഞങ്ങളിങ്ങനെ നിന്നു. അങ്ങനെ അവിടുത്തെ പരിപാടികൾ മാക്സിലെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടാണ്. ഞങ്ങൾ 3 പേരും കൂടി ഫോട്ടോ എടുക്കാൻ നിൽക്കലും പിന്നെ ഞാൻ പറഞ്ഞു എനിക്കൊരു വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞ് വീഡിയോയ്ക്ക് വേണ്ടി പോസ്റ്റ് ചെയ്തു. പിന്നെ ജോഫീനെത്തി. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഫുഡ് കോർട്ടിൽ പോയി. ഷെൽജി എന്നിട്ട് ഓറഞ്ച് ജ്യൂസ് വാങ്ങിച്ചു കൊടുത്തു. ബാലക്കുട്ടിക്ക് വിശക്കുന്നും പറഞ്ഞിട്ട് ഏകദേശം ആ ഗ്ലാസിൻ്റെ പകുതിയോളം അവൾ കുടിച്ചു, ബാക്കി ഞാനാ കുടിച്ചത് കേട്ടോ. പിന്നെ ഞങ്ങൾ ദേവിക്ക് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ് ഫുഡ് കോർട്ടിൽ. ദേവിയും അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ എത്തിയിട്ടാ. ഇതാണ് ദേവി കേട്ടോ. ദേവിനെക്കുറിച്ച് പറയാനാണെങ്കിൽ കുറച്ചൊന്നും പോരാ, ഒരുപാടുണ്ട്. എന്നാൽ പറയാനാണെങ്കിൽ വാക്കുകളും അറിയില്ല എന്ന് പറഞ്ഞ പോലെ ഒരു പോസിറ്റീവ് വൈബാണ് ദേവിനെ. ഭയങ്കര ഇഷ്ടമാണ് ദേവിനെ കേട്ടോ. ഒരു സ്പെഷ്യൽ ക്യാരക്ടറാണ്. നമുക്ക് എല്ലാ ഒരുപാട് ഫ്രണ്ട്സൊക്കെ ഉണ്ടാവുന്നുണ്ടെങ്കിലും ദേവിനായിട്ട് കുറച്ച് സമയം ഇരിക്കാൻ പറ്റുന്ന ഭയങ്കര ഒരു പ്രത്യേക ഒരു മൊമെൻ്റാണ് കേട്ടോ അത്. അങ്ങനെ ദേവിനായിട്ട് കുറച്ച് നേരമൊക്കെ ഇരുന്ന് സംസാരിച്ചു. ഒരു ഫുഡൊക്കെ ഓർഡർ ചെയ്യാൻ വേണ്ടി പോയിരിക്കുക കേട്ടോ. ആ സമയം കൊണ്ട് ഞങ്ങൾ കുറച്ച് നേരം സംസാരിക്കലും ഫോട്ടോ എടുപ്പൊക്കെ നടത്തി വീഡിയോ കോളൊക്കെ വിളിച്ചു കേട്ടോ ഫ്രണ്ട്സിനെ. അങ്ങനെ ബിരിയാണിയും ഫ്രൈഡ് ചിക്കനും അങ്ങനെ മോമോസ് അങ്ങനെയൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങി. അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ പിന്നെ ഫ്രണ്ട്സൊക്കെ കൂടിയാൽ നമുക്കറിയാമല്ലോ, കൂടുതലും ഫോട്ടോ എടുപ്പും കഥ പറച്ചിലും വർത്താനം പറഞ്ഞിട്ടും തീരുന്നുണ്ടായിരുന്നില്ല. ഒരുപാട് നാൾക്ക് ശേഷം നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക വൈബല്ലേ. ഭയങ്കര ഹാപ്പി മൊമെൻറ്റ്സ് ആയിരുന്നു കേട്ടോ. അങ്ങനെ ഇത് ദേവിനായിട്ട് ഊത് മേടിക്കാൻ വേണ്ടി കയറിയതാട്ടാ. ദേവിയുടെ കയ്യിലുണ്ടായി ഊത് തീർന്നു പോയത്രേ. ദേവിയുടെ സ്മെല്ലറിയാം, പക്ഷെ ദേവിക്ക് അതിൻ്റെ പേരറിയില്ല. അങ്ങനെ ഫൈനലി ഞങ്ങൾക്കത് കിട്ടി കേട്ടോ. അങ്ങനെ ആ ബ്രോ അതിലേക്ക് അതിൻ്റെ ചെറിയ ബോട്ടിലേക്ക് അത് ഒഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അതിന് 800 രൂപയാണ്. എൻ്റെ അമ്മോ. അങ്ങനെ അതും ഒഴിച്ച് അവിടെ ഇരുന്നും വിശേഷങ്ങൾ തീരുന്നില്ല. പറഞ്ഞിട്ടും തീരാത്തത്ര വിശേഷങ്ങളുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ വാങ്ങിച്ച് അവിടെയും കുറച്ച് ഫോട്ടോസൊക്കെ എടുപ്പിച്ചു കേട്ടോ. ആ ബ്രോനെ കൊണ്ട് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് തരാൻ പറഞ്ഞു. ഫോട്ടോ എടുത്തു, വീഡിയോ എടുപ്പിച്ചു. ഇതാണ് ആ ഷോപ്പ് കേട്ടോ. ഇതിൻ്റെ ഷോപ്പ് കാണാൻ നല്ല രസമല്ലേ, നോക്കി നിൽക്കാൻ തോന്നും നമുക്ക്. ആ ബോട്ടിലും രസമല്ലേ. പിന്നെ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോണ്ട് ഓരോ സ്പോട്ട് കാണുമ്പോൾ നമുക്ക് ഇവിടുന്ന് ഫോട്ടോ എടുത്താലോ എന്നും പറഞ്ഞിട്ട് പിന്നെ സിംഗിൾ എടുക്കണോ, ഡബിൾ എടുക്കണോ, ഗ്രൂപ്പ് എടുക്കണോ, അങ്ങനെ ഞാൻ കുത്തി പൊക്കിയാട്ടെ ലാസ്റ്റ് നമുക്ക് പോവാമെന്നും പറഞ്ഞിട്ട് താഴത്തേക്ക് ഇറക്കി. അപ്പം എൻ്റെ ട്രെൻഡ്സ് കണ്ടപ്പോൾ എല്ലാവർക്കും കൂടി അവിടെ കയറണം. അങ്ങനെ ട്രെൻഡ്സിൽ കയറി. അവിടെ നിന്നും ദേവിയും ഷെൽജി എന്തോ കോട്ടോ അങ്ങനെ എന്തോ സംതിങ് വാങ്ങിച്ചു. ഞങ്ങൾ ജസ്റ്റ് ദേവി എന്നിട്ട് ബാലക്കുട്ടിക്കൊരു ഉടുപ്പ് എടുത്തു കൊടുത്തു കേട്ടോ. അങ്ങനെ കുറേ വൈകുന്നേരം ആയിന്ന് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് നൈസായിട്ട് വിടാം. ഉണ്ണികളെ വീട്ടിലാക്കിയോണ്ട് എനിക്ക് ടെൻഷനായി തുടങ്ങി. പക്ഷേ പോരാൻ തോന്നുന്നുണ്ടായിരുന്നില്ല. എന്നാലും ഉണ്ണികളെ വീട്ടിലായതുകൊണ്ടുള്ളൊരു വിഷമം കൊണ്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു പോന്നു കേട്ടോ. അങ്ങനെ ബസ്സിലെത്തി. ശരിക്കും ക്ഷീണമായി, പക്ഷേ മനസ്സിൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു, ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. ഇത് ശരീരം